പ്രിയ ശ്രോതാക്കളെ, സ്വന്തം മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ നിങ്ങൾ അംഗമായിട്ടുള്ള എത്ര ഗ്രൂപ്പുകളുണ്ടാകും? മിക്ക കൂട്ടായ്മയിലെയും അംഗങ്ങളെ നേരിട്ട് നിങ്ങൾക്കറിയണമെന്നേയില്ല. ദിനംപ്രതി കൂടിവരുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ലക്ഷ്യമോ പ്രവർത്തനമോ അറിയാത്ത ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടൂ. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹതീരം കൂട്ടായ്മ. ഗ്രൂപ്പിന്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് അല്ല, ചെറുതും വലുതുമായ പരിപാടികൾ മെമ്പർമാരുടെ വീടുകളിൽ, ഞങ്ങളുടെ ഓഫീസിൽ, പൊതുസ്ഥലങ്ങളിൽ, പാർക്കുകളിലുമൊക്കെ പരിപാടികളും പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത സദസ്സുകളും നടത്തിയിട്ടുണ്ട്. കൂടെയുള്ളവരെ നേരിട്ടറിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഒരേ മനസ്സാണ്. സൂര്യനു താഴെയുള്ള എല്ലാം ചർച്ച ചെയ്ത് പിണങ്ങിയും ഇണങ്ങിയും ഇവർ മുന്നോട്ടു പോവുകയാണ്. സ്നേഹതീരത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഈ ജാലകം. കണ്ണൂർ സ്നേഹതീരം ഈ ജൂലൈയിൽ 9 വർഷം പൂർത്തിയാക്കുകയാണ്. വെറും 70 മെമ്പർമാരുമായിട്ടാണ് ആരംഭിച്ചത്. 9 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് 450 മെമ്പർമാരാണുള്ളത്. മാനവികതയെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വിഷയങ്ങളിലെ തുറന്ന ചർച്ചകളും അന്യോന്യം സൌഹൃദം വളർത്താനുള്ള പരിപാടികളും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ചീഫ് അഡ്മിൻ മുഹമ്മദ് യൂനീസ്. മതവിഷയമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മറ്റേതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളാവട്ടെ, എല്ലാവർക്കും നിർഭയമായി സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ ഒരു വേദി വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് കണ്ണൂർ സ്നേഹതീരം. ഇന്നും തുറന്ന ചർച്ചകൾ നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് കണ്ണൂർ സ്നേഹതീരം. രാഷ്ട്രീയ ചർച്ചകൾക്ക് സ്വാഭാവികമായും കുറച്ച് എരിവും പുളിയും ചൂടും കൂടും. അങ്ങനെ 2-3 ചേരികളിലായി രാഷ്ട്രീയ പോരാട്ടം നടത്തി തളർന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയാകുമ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഈ പരസ്പരം പോരടിച്ചവരൊക്കെ നമ്മൾ കണ്ണൂർ സിറ്റിയിൽ അറക്കൽ മ്യൂസിയത്തിന് മുമ്പിൽ ഒരു മിൽമ ബൂത്തുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ച് പിരിയും. ഈ പരിപാടിക്ക് പേര് പൊരുത്തപ്പെടിക്കൽ എന്നാണ്. അടിച്ച് പിരിഞ്ഞതിന്റെ ഒക്കെ തീർക്കുന്ന പൊരുത്തപ്പെടിക്കൽ പരിപാടി. ഞങ്ങൾ പോസ്റ്റർ പോലും പൊരുത്തപ്പെടിക്കൽ പരിപാടി 23-ാം തീയതി എന്ന സ്ഥലത്ത് നിന്നാണ്. പിന്നീട് കുറച്ചുകൂടി വൈഡായപ്പോഴാണ് നമ്മൾ പരിപാടി ചായത്തക്കാരം എന്ന പേരുമാറ്റം വന്നത്. കണ്ണൂർ സിറ്റി കേന്ദ്രമായിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നീട് കുറച്ചുകൂടി വൈഡായി ഞങ്ങളൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന തോന്നലിൽ നിന്നാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് കണ്ണൂർ സ്നേഹതീരം എന്നാക്കിയത്. ഞങ്ങൾക്ക് 2 ഉപഗ്രൂപ്പുകളുണ്ട്. 7 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട വനിതാ ഗ്രൂപ്പാണ്. രൂപീകരണ സമയത്ത് പാചകതീരം എന്നായിരുന്നു പേര്. പിന്നീട് പിരിശക്കൂട്ടം, പിരിശം എന്ന വാക്കിന് സ്നേഹം, ഇഷ്ക് എന്നൊക്കെയാണല്ലോ. പിരിശക്കൂട്ടം എന്ന പേരിൽ ഒരു വനിതാ കൂട്ടായ്മ രൂപീകരിച്ചു. ഏതാണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ശ്രുതി ലയ എന്ന പേരിൽ. കണ്ണൂർ സ്നേഹതീരത്തിന്റെ പ്രത്യേകത ഗ്രൂപ്പിന്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് അല്ല, ചെറുതും വലുതുമായ പരിപാടികൾ മെമ്പർമാരുടെ വീടുകളിൽ, ഞങ്ങളുടെ ഓഫീസിൽ, പൊതുസ്ഥലങ്ങളിൽ, പാർക്കുകളിലുമൊക്കെ പരിപാടികളും പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത സദസ്സുകളും നടത്തിയിട്ടുണ്ട്. 11ഓളം വിനോദയാത്രകൾ നടത്തി. അതിന് ഞങ്ങൾ പറയുന്നത് സ്നേഹയാത്ര എന്നാണ്. 3-4 സ്നേഹ സാന്ത്വന യാത്രകൾ നടത്തി. അശരണരെയും ആലംബഹീനരെയും സംരക്ഷിക്കുന്ന ഇളയാവൂരിലെ CH സെന്ററിലേക്ക് സ്നേഹ സാന്ത്വന യാത്ര. അവിടുത്തെ അന്തേവാസികൾക്ക് കൈനിറിയ പലഹാരങ്ങളും സമ്മാനങ്ങളുമായിട്ട് പോയി സംഗീത വിരുന്ന് നൽകി. അതേപോലെ ഒരു യാത്രയാണ് ചാലയിൽ പ്രവർത്തിക്കുന്ന ശാന്തിദീപം ഭിന്നശേഷി വിദ്യാലയത്തിലേക്ക് ഞങ്ങളൊരു യാത്ര പോയി. മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോയത്. കണ്ണൂരിൽ പടന്നപ്പാലത്ത് പ്രവർത്തിക്കുന്ന തണൽ വീട് എന്ന സമാനമായ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ അവസാനമായിട്ട് പോയി. അവിടുത്തെ അന്തേവാസികളുടെ മുമ്പിലും ഞങ്ങൾ പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത വിരുന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ വിനോദയാത്രകളും സ്നേഹ സാന്ത്വന യാത്രകളും നടത്തി ഈ കൂട്ടായ്മ. ഏറ്റവും എണ്ണപ്പെട്ട പ്രോഗ്രാമുകളിൽ ഉമ്മാമ സംഗമങ്ങൾ. ഒരു മെമ്പറുടെ പഴയ തറവാട്ടിൽ വെച്ച് ഞങ്ങളുടെ മെമ്പർമാരുടെ പ്രായമുള്ള അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കായിട്ടൊരു പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാമിനും പ്രായമുള്ളവരെ വീട്ടിൽ നിർത്തിക്കൊണ്ട് പ്രോഗ്രാമിന് പോകുന്ന ഏർപ്പാടാണ്. എന്നാൽ 60 വയസ്സിന് മീതെയുള്ളവർക്ക് മാത്രം പ്രവേശനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഉമ്മാമ സംഗമം നടത്തിയത്. പരിപാടിയുടെ വിജയത്തെ തുടർന്ന് കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നടത്തിയ ഉമ്മാമ സംഗമം 800ഓളം പേരാണ് അന്ന് പങ്കെടുത്തത്. അതും 60 വയസ്സിന് മീതെ പ്രായമുള്ള ഉമ്മാമമാരും അവരുടെ കൂടെ ഒരാളെ മാത്രമേ ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ണൂരിലെ ഭരണശ്ശേരിയിലെ വാസവ ക്ലിഫ് ഹൌസിൽ 1ാം വാർഷികം നടത്തിയത്. അതിനുശേഷം മൊഞ്ചേറും അഞ്ചാണ്ട് എന്ന പേരിൽ മുനിസിപ്പൽ ഹൈസ്കൂളിൽ 5ാം വാർഷികം നടത്തി. അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകനായ ഹനീഫ കുരിക്കളകത്ത് എഴുതിയ കണ്ണൂർ സിറ്റിയുടെ ഇന്നലകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത്
കണ്ണൂർ സിറ്റിയിൽ നടത്തിയ അതിർപ്പക്കൂട്ടം എന്നൊരു പ്രോഗ്രാം, കൂടാതെ 2024 ഡിസംബറിൽ പയ്യാമ്പലത്ത് നടത്തിയ ഒരു പാട്ടുമക്കാനി ക്രിസ്മസ് ദിനത്തിലാണ്. സംഗീത വിരുന്നുകൾ, ചായ സൽക്കാരങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ്. ഞങ്ങളുടെ മെമ്പർമാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സംഗീത വിരുന്ന്, വനിതാ കായികമേള, 30 വയസ്സ് മുതൽ 60-65 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ആണ് അതിൽ പങ്കെടുത്തത്. കണ്ണൂർ സ്നേഹതീരത്തിലെയും പിരിച്ചക്കൂട്ടത്തിലെയും മെമ്പർമാരെ ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുമക്കാനികൾ പല ഓപ്പൺ സ്പേസിലും പുല്ലൂപ്പിയിലും പയ്യാമ്പലത്തും മുഴപ്പിലങ്ങാട് ബീച്ചിലും ഞങ്ങൾ പോയി നടത്തിയിട്ടുണ്ട്. അതുപോലത്തെ ചായത്തക്കാരങ്ങൾ ഒത്തുകൂടിയിരുന്നിട്ട് പാട്ടൊക്കെ പാടി ചായയും കുടിക്കുന്ന ആ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പാട്ടുമക്കാനിയും ചായത്തക്കാരം എന്നുള്ളത്. ഇതുകൂടാതെ കണ്ണൂർ തയ്യലിലെ IRPCയിൽ എല്ലാ നബിദിനത്തിനും ഞങ്ങൾ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പഴയ കാലത്ത് തന്നെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ഒരാളാണ് MS അബ്ദുറഹ്മാൻ. ഗ്രാമഫോൺ റെക്കോർഡിലൊക്കെ പാടിയ അന്തീക്ക എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അന്തീക്ക സ്മാരക അവാർഡ്, സംഗീത അവാർഡുകൾ 2 പേർക്ക് കൊടുത്തിരുന്നു. ഗായകനായ കണ്ണൂർ ഷാഫിക്കും തലശ്ശേരിയിലെ ദാന റാസിക്കിനും. അതുപോലെ തന്നെയാണ് കണ്ണൂർ സിറ്റിയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കോയിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി. കോയിക്ക സ്മാരക അവാർഡ് പഠിത്തത്തിൽ മികച്ച വിജയം കിട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേര് അതാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ, നിഷ്പക്ഷമായ, ധീരമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി കണ്ണൂർ സിറ്റിയിൽ. ഉത്തരേന്ത്യയിലുണ്ടായ കർഷക സമരത്തിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ സിറ്റിയിൽ പ്രതിഷേധ ജ്വാല നടത്തി. മാടായിപ്പാറ സംരക്ഷണ സമരത്തിൽ പങ്കെടുത്തു. തോട്ടടയിൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ ശോചനീയാവസ്ഥയെപ്പറ്റി ഞങ്ങൾ വീഡിയോ തയ്യാറാക്കി. അതിന്റെ 50% പരിഹരിക്കപ്പെടുകയും ചെയ്തു. ആഴ്ചയിലെ ഓരോ ദിവസവും കൂട്ടായ്മയ്ക്ക് വ്യത്യസ്തമായ പ്രവർത്തന പദ്ധതിയുണ്ട്. ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 3-ാമത്തെ മാസമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. മുഹമ്മദ് ജാസിം റഹ്മാൻ. അപ്പോൾ നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അന്ന് മുതലേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് നമ്മളോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ 2 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഏകോപനം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഒരു പരിപാടിയായിട്ട് മാറുന്നത്. പരസ്പര ബഹുമാനത്തോടെയുള്ള സംസാരം അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കട്ടന്റായിട്ട് പറയാനുള്ള ഒരു അധികാരം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു വാക്ക് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ചോദ്യം ചെയ്യാനും, ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇടപെടുക, അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ അവതരിപ്പിക്കാനൊക്കെ ഉള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ത്രീകളുടെ ഗ്രൂപ്പിൽ പുരുഷക്കൂട്ടം എന്നാണ് പേര്. അവിടെ എല്ലാ കളിച്ചിരി തമാശകളും ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 7 ദിവസം കൃത്യമായിട്ട് ഓരോ ടാസ്കുകളുടെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഓരോ പേരുകൾ തിങ്കളാഴ്ച ഞങ്ങൾ സർഗം എന്നിട്ടുള്ള ഒരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ കഥ, കവിതകൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും വായിച്ചതിനെ കുറിച്ച് പറയാൻ, ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ലയം എന്നിട്ടൊരു സെഗ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാട്ടുമക്കാനി പോലെയുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ബുധനാഴ്ച ആത്മീകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുസ്തകങ്ങൾ, കിതാബുകൾ, രാമായണം, മഹാഭാരതം, ബൈബിൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കോട്ട് എടുത്തുകൊണ്ട് അതിനെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്നുണ്ട്. അതായത് എല്ലാ മതങ്ങളെക്കുറിച്ചും നമുക്കൊരു നല്ല വശങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വ്യാഴാഴ്ച സ്മൃതി എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. പഴയ കാലത്തുള്ള കഥകൾ, ഓർമ്മകൾ ഇതൊക്കെ പങ്കുവെക്കുക. പിന്നെ വെള്ളിയാഴ്ച 6000 എന്ന് പറഞ്ഞ കിസ് മത്സരങ്ങളാണ് സാധാരണ വരാറുള്ളത്. പിന്നെ ശനി അബ്രവാളി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അത് ഇപ്പം കുറച്ചായിട്ട് ഡൗൺ ആണ്. അത് പഴയ സിനിമകളെ കുറിച്ച്, നമ്മൾ കണ്ട സിനിമകളെ കുറിച്ച് പറയുക, അങ്ങനെയൊക്കെ. ഞായറാഴ്ച ഒരു ആക്റ്റീവ് ഡേ ആണ്. പക്ഷെ അധിക പേരും കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് അതിപ്പോൾ അത്ര ചെയ്യാറില്ല. ഇത് സ്ത്രീകൾക്ക് നമുക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എഴുതുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. 250ഓളം ആളുകളുള്ള സ്ത്രീ ഗ്രൂപ്പും അത്ര തന്നെ ആളുകളുള്ള ഒരു പുരുഷ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഈ രണ്ടിലും കൂടി 500-ന്റെ അടുത്തുള്ള ആളുകളുള്ള ഈ ഗ്രൂപ്പിനെ വളരെ ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ മെമ്പേഴ്സിന്റെ കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് അവർ കാണുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് കിറ്റുകൾ, അത് പ്രവാസികളുടെ വീടുകളിൽ പോലും ആ സമയത്ത് പണിയില്ലാതെ ബുദ്ധിമുട്ടിയ പ്രവാസികളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടുകളിൽ പോലും തേടി പിടിച്ച് ഞങ്ങൾ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വീടുകളുണ്ട്, സുഖമില്ലാത്ത ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള. കൃത്യമായിട്ട് അതിന്റെ സോഴ്സ് അന്വേഷിച്ചിട്ട് അത് അർഹരാണെന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ള ആളുകളാണെങ്കിലും അത് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. വലിയൊരു കടബാധ്യത തീർത്തിട്ടുണ്ടായിരുന്നത് നരിക്കുനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഫാമിലിനെയായിരുന്നു. ഒരു ഭർത്താവില്ലാത്ത 2 ചെറിയ മക്കളുള്ള ഒരു ഉമ്മയാണ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് സമാഹരിക്കുകയും വേറൊരു ഗ്രൂപ്പിൽ അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേര് ഇല്യാസ്, ചാലാടാണ് സ്ഥലം. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഗ്രൂപ്പിൽ വന്നപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും എനർജി കിട്ടുന്നതാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഒരുപാട് നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് കാര്യവും എങ്ങനെയും ആരുടെടുത്തും സംസാരിക്കാനും ഓപ്പണായിട്ട് അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ശ്രുതിലയ എന്ന് പറഞ്ഞതിനകത്ത് മെമ്പറാണ്, പാട്ട് പാടാറും. ഡിസംബർ 25-ന് പയ്യാമ്പലത്ത് വെച്ചിട്ട് സ്റ്റേജ് പരിപാടിയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം
ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. കടലായി സ്വദേശിയായ എം ഫരീദ. ഹസ്ബൻഡിന്റെ ഇതിലാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ നാട്ടുകാരും ഈ ഗ്രൂപ്പിലുണ്ട്. അത്രയ്ക്ക് ഈ ഗ്രൂപ്പ് വളർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒരു 9 വർഷമായി ഈ ഗ്രൂപ്പില്. നല്ല നല്ല കാര്യങ്ങളാണ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളായാലും നമുക്ക് അറിവ് തരുന്ന ഒരു ഗ്രൂപ്പാണിത്. രാഷ്ട്രീയം അറിയാൻ പറ്റി, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റി. നേരെ മറിച്ച് നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു, ടി വി കാണുന്ന സിനിമകൾ അതൊക്കെ മാത്രമായിരുന്നു. പക്ഷെ ഇത് ആ ദിവസങ്ങൾ എന്താ നടക്കുന്നത് അതൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് അറിയാം. ലേഡീസ് ആയിട്ടും ജെന്റ്സ് ആയിട്ടും എല്ലാം നല്ലൊരു കമ്പനിയായി അടി ദിവസം ഉണ്ടാവും. അത് കേൾക്കാനാണ് ഒരു പ്രത്യേക രസം. ചർച്ചകൾ ഉണ്ടാവും. രാജ്യത്ത് നടക്കുന്ന കാര്യം ഉണ്ടാകുന്നു, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ആദ്യഘട്ടത്തിലായി വനിതാ ലീഗിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഇന്ത്യ ടുഡേയിലെ ഇപ്പോ യുദ്ധത്തോടനുബന്ധിച്ച് പ്രവാസികളൊക്കെ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത്. സംഗീതത്തിലെ താല്പര്യമാണ് ഇതിലേക്ക് എത്തിച്ചത്. എന്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് പാട്ടിനോട് നല്ല കമ്പുണ്ടായിരുന്നു. ഓ ആസാദ്. ഞാൻ ഹാർമോണിയം വായിക്കും, കീബോർഡ്, ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ ഇതിൽ കയറിയപ്പോൾ എന്റെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം. ചൽത്തേ ചൽത്തേ मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना, चलते चलते. അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് അധ്യാപകനായ വി അഷ്ഹാഷ്. ഏത് വിഷയവും നിർഭയത്തോടെ സംസാരിക്കാനുള്ള അവകാശം എല്ലാ അംഗങ്ങൾക്കും ഉണ്ട്. മെമ്പർമാരുടെ സാഹിത്യ വാസനകളും അതുപോലെ തന്നെ അഭിരുചികളെല്ലാം വളർത്താൻ വേണ്ടിയിട്ടും ഗ്രൂപ്പിലെ എഴുതി പരിചയമുള്ള ആൾക്കാരുടെ രചനകളിൽ ഉൾപ്പെടുത്തി 2-3 പുസ്തകങ്ങൾ പ്രകാശനം ഇതിനകം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളുടെ ശാക്തീകരണം, എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു സ്പോർട്സ് മേള നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ മർക്കാർകണ്ടി മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയത് ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങൾ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്വിസ് മത്സരങ്ങൾ വിജയികർക്ക് മാത്രമല്ല പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും സമ്മാനം കൊടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മത്സരബുദ്ധിയോടുകൂടി മത്സരിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ചുരുക്കം യാത്രകളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലും യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ച് നടത്തുന്ന എല്ലാ പരിപാടികളിലും അവർക്ക് സമ്മാനങ്ങളും മറ്റും നൽകി. ഈ കൂട്ടായ്മയ്ക്ക് കീഴിലെ മ്യൂസിക് ബാൻഡിന്റെ അഡ്മിൻ നാസർ മൈലാഞ്ചി. പാട്ടുപാടി ജനങ്ങളെ സാന്ത്വനിപ്പിക്കാം. പയ്യാമ്പലം ബീച്ച്, ഇനിയിപ്പോൾ നമ്മൾ തലശ്ശേരിയിലേക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. നിരന്തരം നമ്മളിങ്ങനെ വിശ്രമമില്ലാത്തൊരു നമ്മളെ ജോലി കഴിഞ്ഞാലുള്ള പാർട്ട് ടൈം നമ്മൾ ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് തബല, ഹാർമോണിയം അങ്ങനെയുള്ള സംഗീതം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുമ്പോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഗീതം അറിയാത്ത, പാട്ട് എന്താണെന്ന് അറിയാത്തവരെല്ലാവരും പാട്ടുകാരേക്ക് മാറിയിരിക്കുകയാണ്. സംഗീതം കൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു മുദ്രാവാക്യം കണ്ണൂർ സ്നേഹതീരം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെ അംഗം സി കെ നൂറുദ്ദീൻ. 40 വർഷത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ഗ്രൂപ്പിൽ ഞാൻ തുടക്കം മുതലേ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും അടുത്തറിയാൻ പറ്റിയത് ഈ ഗ്രൂപ്പ് കൊണ്ടാണ്. തുടക്കത്തിൽ ഞങ്ങൾ ചായ കൂടി, അങ്ങനെ അത് പിന്നെ വളർന്നിട്ട് നമ്മൾ ഓരോ വീടുകളിൽ, ഓരോ മെമ്പർമാരുടെ വീടുകളിലേക്ക് എല്ലാവരും ഒത്തുകൂടുകയും അവിടെ വെച്ച് പാട്ട് പാടുകയും അവിടെ വെച്ച് എല്ലാവരും കളി തമാശ പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസും കാര്യങ്ങളെല്ലാം ആയിട്ട്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് അറിയുന്ന ആൾക്കാരെ കിട്ടി. പാടിതൻ പാട്ടിൻ കല്ലോലി നീ രാപ്പോകളും കാവ്യാഞ്ജലി രാപാടിതൻ പാട്ടിൻ കല്ലോലി നീ. ഷജീന ഷംഹാദ്. പെരിശക്കൂട്ടത്തിൽ വന്നിട്ട് 3 വർഷം തികയുന്നു. പാട്ട് പാടാൻ കൂടുതൽ ആക്റ്റീവായിട്ട് പെരിശക്കൂട്ടത്തിൽ വന്നിട്ട് ധൈര്യം കിട്ടി അങ്ങനെ പാടുന്നു. മീറ്റിങ്ങിൽ ഒരു 30-25 ആൾ അങ്ങനെ വരും. താല്പര്യമുള്ളവരാണ്, എല്ലാവർക്കും ആസ്വദിക്കാനും ഇഷ്ടമാണ്. വീടിനകത്ത് ചുരുങ്ങിപ്പോയവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ കൂട്ടായ്മ സഹായിച്ചു. എ ടി ഷുഹൈബ. ഉറങ്ങിക്കിടന്ന നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റി. പിന്നെ പൊതുവേ നമ്മൾക്ക് മടിയായിരുന്നല്ലോ, വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ,
കുറേ പ്രചോദനം തന്ന് സ്റ്റേജിലൊക്കെ പാടാനും ഇതുള്ള അവസരം തന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. അത് ആൾക്കാരോട് പേടിയില്ലാണ്ട് സംസാരിക്കാനുള്ള ഒരു ഇതാക്കി തന്നത് ഈ ഗ്രൂപ്പ് തന്നെ. എഴുത്തും അങ്ങനെ തന്നെ. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കും. നമ്മൾ ആ തെറ്റുകൾ തിരുത്തി തരും. അതിൽ പാടുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പഠിച്ച് നമ്മൾ വന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു കുറേ മാറ്റങ്ങളുണ്ട്. ആദ്യം ടീച്ചറായിരുന്നു, ഇപ്പം ഹൗസ് 3 മക്കള്, ഹസ്ബൻഡ് പുറത്ത്. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. തക്കോവർ ഹാമിദരും മിക്കോ സഹാബികളുമൊക്കെ ഇരിക്കുമ്പോഴതിൽ ജാസിനൊരുക്കനു ശേഷം പറഞ്ഞു പൊരുളാൽ. കെ സുലൈഖ. എന്നെ എല്ലാവരും ഈ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നത് പെരിയ സുലുവ അമ്മ എന്നാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. എല്ലാ പരിപാടിക്കും നാം പങ്കെടുക്കും. ഇപ്പൊ എനിക്ക് 74 വയസ്സായി. ഞാനാണ് എല്ലാവരും കാട്ടി മൂത്തത്. നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ മനസ്സിന് സമാധാനമുണ്ട്. ഇങ്ങനെ ഓരോരോ ആവശ്യത്തിന് പൂയും പേരും എല്ലാം ചെയ്യുന്നതിന് ഏടെ ദൂരത്തായാലും എന്നെ വിളിച്ചാൽ എന്നെ കൂട്ടിയിട്ട് പോകും. എന്റെ അടുത്താളല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലേ, അതുകൊണ്ട് എല്ലാ പരിപാടിക്കും നാം പങ്കെടുക്കും. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിയിലൊന്നു. കഴിയുന്നതുവരെ നാം പരിപാടിക്ക് പങ്കെടുക്കും. എന്റെ മക്കൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് കാരണം ഞാൻ തന്നെ കുറെ ഇംപ്രൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രൂപ്പ് അഡ്മിന്മാരിൽ ഒരാൾ തനൂജ ഹാറൂൺ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ സ്ട്രെസ് റിലീഫ് തന്നെയായി ഗ്രൂപ്പ്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരാണ്. ഒരു 20 വയസ്സ് തൊട്ട് എനിക്കൊന്ന് 70 വയസ്സ് വരെയുള്ള മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം ഏത് പ്രോഗ്രാം ആയാലും, അത് യാത്ര ആയിക്കോട്ടെ, നമ്മൾ ഏത് പ്രോഗ്രാം ആയാലും നമ്മൾ ഒന്നിച്ചാണ്. ये रातें ये मौसम नदी का किनारा ये चंचल हवा कहाँ दो दिलों ने ये मिलकर कभी हम न होंगे जुदा ये रातें ये मौसम नदी का किनारा ये चंचल हवा. കൂട്ടായ്മയെ ഇനിയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എം മുഹമ്മദ് യൂനിസ് തുടരുന്നു. കണ്ണൂർ സ്നേഹതീരത്തിന്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷമായി എന്തൊക്കെ നിലപാടുകൾ, എന്തൊക്കെ പ്രോഗ്രാമുകൾ തുറന്നു വന്നിരുന്നോ അത് അതേപോലെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുടർന്നു പോകും. രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹ്യ വിഷയങ്ങളായിട്ട്. കണ്ണൂരിൽ ഏറ്റവും ശക്തമായ ഒരു വനിതാ കൂട്ടായ്മയാണ് പിരിശക്കൂട്ടം എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ വനിതാ കൂട്ടായ്മയിൽ പലവിധ ടാസ്കുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. എഴുത്ത് മത്സരങ്ങൾ, പ്രണയദിനത്തിലുള്ള മത്സരങ്ങൾ, ദിവസം ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ട് അവർക്ക് കൊണ്ട് എഴുതിക്കുകയാണ്. ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പാചകവും വീട്ടുകാര്യങ്ങളും ഇങ്ങനെയുള്ള ചില ചുരുങ്ങിയ വിഷയങ്ങളിൽ കറങ്ങി നിൽക്കുക എന്നുള്ളതാണ്. പകരം പുരുഷന്മാരോട് കിടപിടിക്കുന്ന അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ തന്നെയാണ് സ്ത്രീകൾക്കും കൊടുക്കുന്നത്. അവരെ എഴുതാൻ പ്രാപ്തരാക്കുക, എഴുതാത്തവരെ എഴുതിക്കുക, മിണ്ടാത്തവരെ മിണ്ടിക്കുക, ഒരു മൂടിയായി നിൽക്കുന്നവരെ കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക, പാടാത്തവരെ പാടിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വനിതാ ഗ്രൂപ്പിലും വേറെയുണ്ട്, മെയിൻ ഗ്രൂപ്പിലും 2 ദിവസങ്ങളിലായിട്ട് പാട്ടുമക്കാനി എന്ന പേരിൽ പാടാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും പാടി വളരാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക, അവരെ സംഘടിപ്പിക്കുക, അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളുടെയും അവസാന ഭാരം താങ്ങുന്നത് വീട്ടിലുള്ള ഗൃഹനാഥകളാണ്. അത് നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഞങ്ങളൊന്ന് കൂടും, പാട്ടൊക്കെ പാടും, വിനോദയാത്രകൾ. പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഞങ്ങളതിൽ ലക്ഷ്യം വെക്കുന്നത്. പൂർവാധികം ഊർജിതമായിട്ട് തുടർന്നങ്ങോട്ടും ഞങ്ങളുടെ പങ്കാളിത്തമുണ്ടാവും. പ്രത്യേകിച്ചിട്ട് സാമൂഹ്യ വിഷയം ആർജവത്തോടുകൂടി തന്നെ ഇടപെടുക എന്നുള്ള ശൈലി തുടർന്നും ഉണ്ടാവും. സൗഹൃദത്തിന്റെ സ്നേഹതീരമണയാൻ കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയെക്കുറിച്ചുള്ള ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ CK രാജശ്രീ. ജാലകം